അങ്ങനെ കോളേജിലെ ഫസ്റ്റ് ഡേ ആണ്. കുറച്ചധികം ദിവസത്തിന് ശേഷം പിന്നെയും കോളേജിൽ പോകാൻ തുടങ്ങിയല്ലോ. അങ്ങനെ ആദ്യത്തെ ദിവസമാണ്. ഇക്ക എന്നെ അമ്പലത്തറ കൊണ്ടാക്കി തന്നു. അമ്പലത്തറയാണ് ബസ് വരുന്നത്. ഒരു 7 മണിക്കകത്ത് ബസ് വരും. അങ്ങനെ ബസ് വന്ന് ബസ്സിൽ കയറി ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴും ഞാൻ സാധാരണ ഉറങ്ങുന്നതാണ്. എനിക്കിന്ന് തീരായിട്ട് അങ്ങ് ഉറക്കം വന്നിട്ടില്ല. കാരണം റുട്ടീനൊക്കെ തെറ്റിയിരിക്കുകയല്ലേ. കുറച്ചധികം ദിവസമായില്ലേ ബസ്സിലൊക്കെ കയറി ഈ ഒരു റുട്ടീനിലോട്ട് പോയിട്ട്. അങ്ങനെ ഒരു 9:15 ആയപ്പോഴത്തേനും കോളേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സിമ്പോസിയമാണ്. ഞങ്ങളുടേത് അലൈഡ് ഹെൽത്ത് സയൻസ് ആണ്. അപ്പം ഈ പ്രോഗ്രാം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ AC ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ആയതുകൊണ്ടാണ് AC ഓഡിറ്റോറിയം എടുത്തിട്ടുള്ളത്. ഇതാണ് ഹാള് വന്നിട്ട്. ഇവിടെ അത്യാവശ്യം 2-3 ഹാളും ഓഡിറ്റോറിയമൊക്കെ ഉണ്ട് കേട്ടോ ഈ നമ്മുടെ കോളേജിൽ. അപ്പം വലിയ വലിയ പ്രോഗ്രാംസിന് വലിയ വലിയ ഹാൾസ് എടുക്കും. ഇതിപ്പം നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ആയതുകൊണ്ടാണ് ഈ ഹാള്. അങ്ങനെ ഇനാഗ്രേഷൻസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. പേപ്പർ പ്രസൻറ്റേഷനും പോസ്റ്റർ പ്രസൻറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെ ക്ലാസ്സിലെ പിള്ളേരാണ്, മേഘ്നയും ശക്തിയും. അപ്പോൾ അവർ രണ്ടുപേരും പേപ്പർ പ്രസൻറ്റേഷന് ക്രിസ്പറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇന്നാണല്ലോ പിന്നെയും തിരിച്ച് വരുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. ഈ സിമ്പോസിയം മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള. പിന്നെ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അവിടെ നിന്ന് ഉച്ചയായപ്പോഴത്തേനും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഇങ്ങനെ നടന്ന് വരണം ഫുഡ് വാങ്ങാനായിട്ട്. ഫുഡ് ക്യൂ നിന്നാണ് വാങ്ങേണ്ടത്. അപ്പോൾ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ് ഒന്നും തുറക്കാത്തതുകൊണ്ട് ഞങ്ങൾ സ്റ്റെയറിലൊക്കെ ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് നേരെ നടന്ന് എവിടെയാ AC ഓഡിറ്റോറിയത്തിൽ പിന്നെയും പോകണം. കുറച്ചധികം നടക്കാനുണ്ട്, നല്ല വെയിലുമുണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് ഒരു 11 മണിക്ക് ടീയും പിന്നെ പഴംപൊരിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ചധികം പ്രോഗ്രാംസും ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. സീനിയേഴ്സിൻ്റെ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഫൈനൽ ഇയറിലെ സിമ്പോസിയം ആയതുകൊണ്ട് അവർ നന്നായിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ പ്രസൻറ്റേഷന് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. 3rd പ്രൈസ് എന്തോ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷേ കൺഗ്രാറ്റ്സ് നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ മേഘ്നയ്ക്ക് ചെസ് കോമ്പറ്റീഷന് പ്രൈസ് ഉണ്ടായിരുന്നു, 2nd പ്രൈസ് ആയിരുന്നു. അപ്പം അതും അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4:15 ആയപ്പോഴത്തേനും ബസ്സിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നേ. ബസ് പിന്നെ ഒരു 4:45, 4:30 കഴിയുമ്പോഴാണ് എടുക്കുന്നത്. ബസ് അങ്ങനെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ഉറങ്ങിയിട്ടില്ല, നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങി ഒരു 6:45 ആയപ്പോഴത്തേനും വീടെത്തി. ഇന്ന് നേരത്തെ എത്തി, എന്താണോ ആവും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.